തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കേസ്. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിനും മാതാവ് രജനിക്കുമെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. വരന്തരപ്പള്ളി പോലീസാണ് കേസെടുത്തത്. വിവരങ്ങളുമായി സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഗുഡ് മോർണിംഗ്. ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും പരിചരണവും ഒക്കെ ആവശ്യമുള്ളത്. ആ ഘട്ടത്തിൽ തന്നെ ആ കുട്ടി ആത്മഹത്യ ചെയ്തെങ്കിൽ അതിനു പിന്നിൽ എന്തായിരിക്കുമെന്ന ചോദ്യം, കുടുംബാംഗങ്ങളുടെ ചില ആശങ്കകൾ, അതിനിപ്പോൾ ഒരു പരിഹാരമായിട്ടുണ്ടോ? ക്രിസ്റ്റീന, ഇത് സംബന്ധിച്ച് ഈ പെൺകുട്ടിയുടെ കുടുംബം ഗുരുതരമായ ആരോപണമാണ് ഈ ഭർത്താവ് ഷാരോണിനെതിരെ ഉയർത്തുന്നത്. തുടർച്ചയായി ഈ പെൺകുട്ടിയെ മർദ്ദിക്കുമായിരുന്നു എന്നുള്ളതാണ് കുടുംബം ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നത്. ഈ പെൺകുട്ടി പഠിക്കുന്ന കോളേജിലടക്കം എത്തി അവിടെ വച്ച് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു, അർച്ചനയെ മർദ്ദിച്ചിരുന്നു. ഈ മർദ്ദനം കണ്ട സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ വിവരം ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ അർച്ചനയെ ഒരു തരത്തിലും, അതായത് 6 മാസങ്ങൾക്ക് മുൻപാണ് ഇവർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ കുടുംബവുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ ഈ ഭർത്താവായ ഷാരോൺ അനുവദിച്ചിരുന്നില്ല എന്ന് കുടുംബം പറയുന്നു. ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത്തരത്തിൽ ഈ മർദ്ദനം നേരിട്ട വിവരം പറഞ്ഞെങ്കിൽ പോലും അന്ന് ഇവർ ഈ പറഞ്ഞതിനെ തുടർന്ന് ഇവർ അന്ന് പോലീസിലൊക്കെ പരാതി നൽകിയതാണ്. പക്ഷേ കുടുംബവുമായി ഒരു തരത്തിലും ഈ അർച്ചനയെ ബന്ധപ്പെടുത്താതിരുന്നതാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് അടക്കം നയിച്ചതെന്നുള്ളതാണ് കുടുംബം കണ്ടെത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആത്മഹത്യ നടന്ന വീട്ടിലാണ്. ആ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ആത്മഹത്യ നടക്കുന്നത്. ഈ വീട്ടിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഷാരോന്റെ മാതാവ് ഈ സഹോദരന്റെ കുട്ടിയെ വിളിക്കുന്നതിന് വേണ്ടി നഴ്സറിയിൽ പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഗർഭിണിയായ യുവതി തീ കൊളുത്തുകയും പിന്നീട് ആ തീ കൊളുത്തിയതിൽ പ്രാണരക്ഷാർത്ഥം അവർ തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുകയും ഈ പുറകുവശത്താണ് യുവതി പൊള്ളലേറ്റ് വീണ് മരിച്ചത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 2 പേർക്കെതിരെ, അത് ഷാരോണും ഷാരോന്റെ മാതാവിനെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്ന. അത് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിന്മേലാണ്. ക്രിസ്റ്റീന, പ്രവിധ. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.